ഹായ് ഹീറോസ്, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ ശിവഭഗവാനെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ ഏകദേശം ഒരു 7 മണിയായപ്പോഴാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയത്. നല്ല ഹോട്ടുണ്ട്, ബട്ട് അറ്റ്മോസ്ഫിയർ അത്ര സൺലൈറ്റ് കാണുന്നില്ല. ഇപ്പോൾ കുറച്ചും കൂടെ ഫെയർ ആണ് അറ്റ്മോസ്ഫിയർ. എനിക്ക് കൂടുതലും ഞാൻ എക്സൈറ്റഡ് മത്ര ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പലതവണ മത്രയിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്കെപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഓരോ പ്രാവശ്യം കാണുന്തോറും മത്ര വീണ്ടും വീണ്ടും ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ വെച്ച് മാസ്കറ്റിലാണ്, ഈ മത്രയിലാണ് കുറച്ചും കൂടെ ഒമാൻ കുറച്ചും കൂടെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്ര ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് നമ്മുടെ സെൻട്രലിൽ കൂടെ കവർ ചെയ്ത് പോണ രീതിയിലാണ് അവർ കേബിൾ കാറ് ഫങ്ഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ആ പോകുന്നതാണ് കേട്ടോ കേബിൾ കാറ്. അതിൻ്റെ ലൈനിങ് ആണ് കേട്ടോ ആ പോകുന്നത്. ഇപ്പോൾ അവർ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 മന്ത് കഴിയുമ്പോഴും ഇനാഗ്രേറ്റ് ആവുമെന്നാണ് അവിടുത്തെ ഒരു ടെക്നീഷ്യനെ കണ്ടപ്പോൾ പറഞ്ഞത്. എന്തായാലും ഇനാഗ്രേറ്റ് ആവട്ടെ, കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഇനി കുറച്ചും കൂടെ പോകുമ്പോഴാണ് കേട്ടോ മത്രാസൂക്ക്. അവിടെ കുറച്ചും കൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് കിട്ടും. പിന്നെ ക്ലോത്ത്സ്, ചെപ്പൽസ്, ബാഗ്സ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് കിട്ടും കേട്ടോ. ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ എന്തായാലും മത്രയിലൊന്ന് കവർ ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ ഒരു ഇൻ്റർവെല്ലിൽ അവിടെ ബ്രേക്കാണ്. ഓൾമോസ്റ്റ് കടകളും ക്ലോസ്ഡ് ആയിരിക്കുള്ളൂ. പിന്നെ ഇനി 4:30 ഒക്കെ ആകുമ്പോഴാണ് കട വീണ്ടും റീസ്റ്റാർട്ട് ആവുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ ഇവിടെ ഒരു കൃഷ്ണൻ്റെ ടെമ്പിളും കൂടി ഉണ്ട്. ശിവ ടെമ്പിളിൽ വരികയാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് ട്രാവലേ ഉള്ളൂ ബൈ കാറ് കൃഷ്ണ ടെമ്പിളിലേക്ക്. എനിക്ക് കൃഷ്ണ ടെമ്പിളിനേക്കാളും കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തത് ശിവ ടെമ്പിളിൽ പോകുമ്പോഴാണ് കേട്ടോ. അവിടെ കുറച്ചും കൂടെ നമ്മുടെ മലയാളീസിൻ്റെ ട്രഡീഷണലായിട്ട് കുറച്ചും കൂടെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നോർത്ത് ഇന്ത്യൻ ടൈപ്പിലുള്ള ടെമ്പിൾസാണ് കേട്ടോ. അവിടുത്തെ പൂജാരീതികളും കാര്യങ്ങളും എല്ലാം തന്നെ വിഗ്രഹങ്ങളെല്ലാം നോർത്ത് ഇന്ത്യൻ മോഡലിലാണ് കേട്ടോ. ഇതാണ് കേട്ടോ കയറി ചെല്ലുമ്പോഴുള്ള എൻട്രൻസ്. ഞങ്ങൾ ആദ്യം വന്ന സമയത്തൊക്കെ ടൈൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ഹീറ്റായിരുന്നു, ഫുഡൊക്കെ പൊള്ളിപ്പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ മുകളിൽ എന്തൊക്കെയോ വെച്ച് കവർ ചെയ്തുകൊണ്ട് അത്ര ഹീറ്റില്ല കേട്ടോ. പിന്നെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാല് വാഷ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. എന്നിട്ട് 3 വിഗ്രഹങ്ങളിൽ 3 പ്രതിഷ്ഠയായിട്ടാണ് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പുറത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. ഇവിടുത്തെ മെയിനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് വാട്ടറും മിൽക്കും പിന്നെ നാളികേരം പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മൾ മേടിച്ചിട്ട് ഭഗവാനെ സമർപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മിൽക്ക് വാങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഒരു താമ്പാളം തരും. അതിനകത്ത് ഇട്ടിട്ട് വേണം കേട്ടോ എൻട്രൻസിൽ കയറിയിട്ട് ഭഗവാനെ സമർപ്പിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ മിൽക്ക് വാങ്ങുകയെന്നുണ്ടെങ്കിൽ തന്നെ 2 വിഗ്രഹങ്ങളായിട്ടാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ച് ചെയ്യുന്നത്, ശിവഭഗവാനെ. അപ്പോൾ ഒരു സൈഡിൽ ഒരു കപ്പിൽ ഒരു വിഗ്രഹത്തിലും അടുത്ത വിഗ്രഹത്തിലുമായിട്ട് ഒഴിക്കേണ്ടത്. പിന്നെ അപ്പുറത്ത് തന്നെ കൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹം കൂടി ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വരാന്തയുണ്ട്. അവിടെ നമുക്കിരുന്നിട്ട് എന്തോരം വേണമെങ്കിലും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് നല്ല പോസിറ്റീവ് ഫീലാണ് അത് കിട്ടിയത്. പിന്നെ മാത്രമല്ല ഞങ്ങൾ ചെന്ന സമയത്ത് ഇങ്ങനെ വടമാല സമർപ്പിക്കണ കണ്ടായിരുന്നു കേട്ടോ. വടമാല, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ ഇവിടുത്തെ വഴിപാടുകൾ. കുറച്ച് വെറൈറ്റി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള വഴിപാടുകളും കാര്യങ്ങളാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കേട്ടോ തിരിച്ച് പോകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ നേച്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ എവിടെ വെച്ച് നമ്മൾ ഒരു പിക്ക് എടുത്താലും നല്ലൊരു ഫോട്ടോഗ്രാഫിയാണ് കിട്ടുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.